സൈജോ ബൈജോ ഇവിടെ നിന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ, എന്താ വിളിച്ചത്? ഞാനൊരു പണിയിലായിരുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് അച്ഛാ? എന്താ? ഞാൻ ഒന്ന് പുറത്തു പോവാൻ നിക്ക. എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങൾക്ക് ഞാൻ വിളിച്ചത് കണ്ടാൽ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എന്നൊക്കെ തോന്നല്. ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മൾ മിനിറ്റിന് കാര്യം പറയാണ്ട് വിളിച്ചാണ്. ഓൾക്ക് അവിടെ അഡ്മിഷനത്തിന് കൊടുക്കുന്ന സമയമായി കഴിഞ്ഞു. നിങ്ങൾക്ക് ആരും ആ ചിന്തയില്ല. ഞാൻ ഇതുവരെ നിങ്ങളെല്ലാം പരിചയം മിണ്ടാതെ ഇരുന്നത്, നിങ്ങളെ ഭാഗത്തൊരു ഒന്നും വരുന്ന കാണാനില്ല. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വിളിച്ചാണ്. എന്താണ് തീരുമാനം? അവളെ പഠിപ്പിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ മരിക്കാനാണെങ്കിൽ അവളെ ഒരു വഴിക്ക് എനിക്ക് ആക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താ ചീ പറയും. ഇവ അറിയണപ്പത് എനിക്ക് പറ്റൂല. നിങ്ങളെ ഏട്ടനോട് പറഞ്ഞാളേ. ഇച്ചു പറ്റൂല. എനിക്ക് ഒരുപാട് ചുറ്റുപാടും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. നിങ്ങളെ കുട്ടിയല്ലേ, ഞങ്ങളെ പെങ്ങളൊന്നും അല്ലല്ലോ. അത് ശരി. ഇതാണ് ഇപ്പൊ നിങ്ങളെ മനസ്സിലിരിപ്പല്ലേ? എന്ന് മുതലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോധം തോന്നിയത്? നിങ്ങളെ പെങ്ങളാണെല്ലോ അത്. അത് നിങ്ങൾക്ക് നോക്കാൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടല്ലോ. നിങ്ങളെ കൊണ്ട് കയ്യിൽ ഞാൻ നോക്കിക്കോളും. എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അത് ശരി. തരക്കടില്ലല്ലോ നിങ്ങളെ ആൾക്കാർ. ഇതുവരെ വളർത്തിൻ്റെ ഇതാണ് ഞാൻ കേൾക്കേണ്ടത്. എനിക്ക് തന്നെ മറുപടിയാണ് അങ്ങനെ. നിങ്ങളെ കാര്യം ഓളെ കാര്യമൊക്കെ പാടെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. നിങ്ങളിപ്പോ ഇതുവരെ അവിടെ നിൽക്കണില്ലേ? നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഞങ്ങള് പുതിയ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് പരിചയം ഓളയും വിളിച്ചുകൊണ്ട് നിങ്ങൾ വേറെ വീട് എന്തെങ്കിലും നോക്കി പോയിക്കോളെ. അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഇത് നോക്കി നടത്താനൊന്നും കഴിയൂല. ഇച്ചു അത്ര തന്നെ പറ്റുള്ളൂ. എന്റെ കാര്യം അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. ഇതിപ്പോൾ പറയാൻ ധൈര്യം വന്നതേ ഞാൻ അത് നിങ്ങളെ പേർക്ക് എഴുതി വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ധൈര്യം വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ കാണിക്കുമല്ലോ എന്നോട്. അന്ന് കുട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ആധാരം ഇതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓളെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഞാൻ എനിക്ക് മെനക്കെടാഞ്ഞത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? മോളെ ഇവിടെ വന്നാ മിനുട്ടിയെ. എന്താ അച്ഛാ? ഞാടെ പുറത്തേ. മോട്ടിയെ എന്താ ചെയ്യ മോളെ? ഇവർക്ക് ഇപ്പോൾ നമ്മളെ ഒരു ഭാരമായി, അച്ഛനും മോളും. ഇവരാദ്യം വർത്തമാനം പറഞ്ഞില്ലായിരുന്നു ഒരു പേർക്ക് ആധാരം എഴുതി കൊടുത്തപ്പോൾ. അന്ന് ഇവർ പറഞ്ഞ് മോളെ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ അതിന് സാധിക്കൂല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത്താൻ്റെയും കടലിൽ നടക്കാൻ നമ്മൾ നിൽക്കണത്. എന്താ ചെയ്യുക? നമ്മൾ വേറെ പോവേ വിധിയുള്ളൂ. ഇവർ നമ്മളെ നോക്കൂല. എന്താ നമ്മൾ ചെയ്യുക? നിങ്ങളെന്താ വെച്ചാൽ കണ്ടിച്ച് കാട്ടിക്കോളെ. നമ്മക്ക് ഏതായാലും കുഴപ്പമില്ല. ഏട്ടനെന്താ ചെയ്യണമെന്ന് ചെയ്തോട്ടെ. നിങ്ങൾ പോവുകയാണെങ്കിൽ പോവേ, വരികയാണെങ്കിൽ വരേ, എന്താണ് ആക്കാം. ഇനി അച്ഛനെ ഇപ്പൊ നമുക്ക് ഒരു ഭാരമായോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെരുവഴിക്ക് പോവുകയെ. മോളെ നമ്മൾ പെരുവഴിക്ക് തന്നെ പോകേണ്ടി വരും. കാരണം വെച്ചാലേ ഇറക്കുന്നത് നല്ലത് മര്യാദയ്ക്ക് ഇറങ്ങി പോകല്ലോ, മാനം കാടാതെ. പക്ഷേ ഇവർ മക്കളെ നമ്മൾ വിശ്വസിച്ചിട്ടേ നമ്മളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു. ഇപ്പം നമ്മളൊരു ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ വന്നത്. ഇനി പോകാൻ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് വൃദ്ധസാനത്തിന് പോകാനുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തുതരാം. അങ്ങനെ മിന്നുവിന് ഞങ്ങൾ ബോർഡിംഗ് ചെയ്തെടുക്കുക. ഇതന്നെ ഇപ്പൊ നാട്ടുകാരെ ഇനി വല്ലതും പറയണ്ട വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ തന്നെ ഒരു ഔദാര്യമായിട്ട് കൂട്ടിക്കാളേ. എടാ എനിക്ക് നിങ്ങൾ ആരും ഔദാര്യം വേണ്ട. ഞാൻ റിസ്കോട് ഇട്ട അധ്യാപകനാണ്. ഞാൻ ആരും ബുദ്ധിമുട്ടില്ല, ആരും കുടുക്കിയിട്ടില്ല. എനിക്ക് ദൈവസഹായം ഉണ്ടാവും. ആരെങ്കിലും ഒന്നും എനിക്ക് സഹായിക്കാതിരിക്കില്ല. മോളെ നമുക്ക് പോകാം. മോളെ ഇവിടെ ആട്ടിറക്കാനായിട്ട് നമുക്ക് മര്യാദ ഇറങ്ങി പോകുന്നല്ലേ പോരെ. ഇവിടെ നിങ്ങൾ ശരിയാവില്ല. ഉണ്ണി എന്നാ വന്നേ? ഞാൻ കുറച്ച് ദിവസമായി. എന്താ ഇവിടെ ഇരിക്കണേ? ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്ന ആരെ കാണുമല്ലോ വെച്ചിട്ട്. ഞാൻ വണ്ടി സൈഡാണ്. ഓക്കെ ദാസേട്ടാ, എന്തൊക്കെയാ സുഖം തന്നെ? അങ്ങനെ സുഖം പോവാ. ഇരിക്കേ വർത്താനം പറയാം. എന്തുകൊണ്ട് ജലദോഷം പിടിച്ചോ? സൗണ്ടിന് മാറ്റം ചെറുതായിട്ട് ചെറിയ ചാറ്റൽ മഴ കൊണ്ടുപോയി. പിന്നെ നമ്മളെ മറ്റേ ഒപ്പം പഠിച്ചവരെ ഒന്നും കാണില്ല. മാഷന്മാരും ആരും കാണില്ല. തന്നെ കൊറേ ആയി ഞാനിങ്ങനെ നോക്കുന്നു. ഓരോരോ വരവനും നോക്കും, ആരും കാണുന്നില്ല. അങ്ങനെ വന്ന് ആ പോക്ക് അങ്ങനെ പോകും. പിന്നെ എവിടെനെ കാണും, വണ്ടിമല്ല. എല്ലാവർക്കും ഓരോ സോയിലാണ്. പ്രാവശ്യങ്ങളിൽ ആരെങ്കിലൊക്കെ കാണണം വിചാരിക്കും. ദാസേട്ടാ എന്താ പണിയൊക്കെ ഇല്ലേ? പണിയൊക്കെ ഉണ്ട്. അങ്ങനെ തട്ടിമുട്ടി പോണേ. മോശമാണ് പണി. അതല്ലേ. പിന്നെ വരുന്നത് നമ്മളെ ആ സുധാകരൻ മാഷല്ലേ? മോളാണത്. ഇന്ന് പഠിപ്പിച്ചാണേ. ഞാൻ കൊറേ കാലായി കണ്ടിട്ടേ. രണ്ടാമത്തെ മോളാ. ആദ്യത്തെ 2 ആൺകുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതും മരിച്ചോ? ഇതിന്റെ അമ്മയും മരിച്ചേന്. പാവല്ലേ. ഞാൻ ഒന്ന് പരിചയപ്പെട്ടു. മാഷ എന്നെ അറിയാം നിങ്ങക്ക്? ഈ കണ്ടായിട്ടുള്ള ഓർമ്മ ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ ക്ലാസ്സിലായിരുന്നു, ബാക്ക് ബെഞ്ചിലായിരുന്നു. ആണോ? എനിക്ക് ഓർമ്മ കിട്ടുന്നു. എന്താ കാര്യം? വെറുതെ ഒന്ന് സംസാരിക്കാനായിരുന്നു. പിന്നെ ആയ കുഴപ്പമുണ്ടോ? ഇച്ചിരി ധൃതിയിലാണ് ഇപ്പൊ ഞാൻ. ഒന്ന് കുറച്ചു നേരം എപ്പോഴെങ്കിലും കാണണല്ലേ. മാഷ എന്താ ഒരു സുഖല്ലേ? എന്താ
വലിയൊരു സുഖത്തിലല്ല ഇപ്പം ഞാൻ. ചെറിയൊരു വിഷയമൊക്കെ ഉണ്ട് ഇപ്പോൾ. പറയാൻ പറ്റണ എന്നോട് പറയും. പറയാൻ പറ്റാത്ത കേടില്ല. പക്ഷേ മോള് പുറത്താക്കിയപ്പോൾ എങ്ങനെ മനസ്സിലായില്ല? കുട്ടികൾ ഇപ്പോൾ നമ്മളെ മോളി പുറത്താക്കി. അതെ. നമ്മളെ സമ്പത്ത് മൊത്തം അവർക്ക് എഴുതി കൊടുത്തു. അതിൻ്റെ അത് ഫാൾട്ട് പറ്റി ചെയ്യേണ്ടില്ലായിരുന്നു. ഞാൻ ചെയ്തു പോയി എൻ്റെ ബുദ്ധിമോശം കൊണ്ട്. ഞാനൊരു മോളേ ഉള്ളൂ, അവൾ നോക്കുന്നു വിചാരിച്ചു. പിന്നെ നമ്മളെ റിലേഷൻ അങ്ങനെയാണ്, ബന്ധം രണ്ടാം ഘട്ടമാണല്ലത്. അതുണ്ടായ മോളാണ് എനിക്കിത്. അപ്പോൾ അവർക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി കുട്ടികൾക്ക്. അത് വല്ലാത്തൊരു വിഷമായി. അപ്പൊ എന്താ മാഷപ്പോ മക്കളിപ്പോ എന്താ ഇങ്ങനെ ആകാൻ കാരണം? ഇതിപ്പോ എന്താ ചെയ്യാ? എങ്ങോട്ടാ പോകാൻ കണ്ടപ്പോ? അങ്ങനെ എങ്ങോട്ടാന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം മക്കൾ ആട്ടി ഇറക്കുന്നതിന് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഭൂമി പരന്നതല്ലേ, എവിടെയും കച്ചൂരിപ്പ് നമുക്ക് കിട്ടും. ഇടിച്ച് കയറാം. നമ്മളെ പേരെന്താ? എത്ര പഠിക്കണേ? മാഷ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഗതി ഇല്ലാത്ത സമയത്ത് ഹോട്ടലിലേക്ക് ഈ മേശൊക്കെ തുടയ്ക്കാൻ അങ്ങനെ പോയിരുന്നു. അപ്പൊ മാഷ് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ഇന്ന അവിടുന്ന് ആട്ടി വിട്ടുണ്ട്. ഇത് പഠിക്കാനൊക്കെ അത്യാവശ്യം കഴിവൊക്കെ ഉള്ള കുട്ടിയല്ലേ, എന്തിനാ അങ്ങനെ? അപ്പോൾ വീട്ടിലെ ഗതികേട് കൊണ്ടാണ് ഞാൻ പോയത്. ഒരു അച്ഛനും സുഖമില്ലാതെ കിടക്കുന്നു, ഇതില്ല. അപ്പം അങ്ങനെ പഠിക്കാൻ അത്യാവശ്യം കഴിവുണ്ടായിട്ടും പഠിക്കാൻ പറ്റാതെ പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ കുറേ കഷ്ടപ്പെട്ടു. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു നിലയിലാണ്, ദൈവം സഹായിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് വിളിക്കുക. എൻ്റെ വീട്ടിൽ ഇപ്പോൾ അച്ഛനമ്മ ആരുമില്ല, ഞാനും ഭാര്യ തന്നെ ഉള്ളൂ. അപ്പോൾ മാഷും കുട്ടിയും സന്തോഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാം. ഇതൊരു ഔദാര്യം എന്നല്ല, ഒരു ഗുരുദക്ഷിണായി കൂട്ടിയാൽ മതി. അവനെ ഞാൻ വളർത്തി വലുതാക്കി എൻ്റെ മക്കൾക്ക് വരും തോന്നാത്ത ബുദ്ധി ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടി തോന്നിയല്ലോ. അതെനിക്ക് വലിയൊരു ഉപകാരം, വലിയൊരു ദൈവസഹായം. കെട്ടിപ്പിടിച്ചോടൊന്ന്